Hello my dear students, so welcome back once again to Basil's Physics Classroom. നമ്മുടെ എക്സാം ഒക്കെ വന്ന് അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫോർമുലാസ് നോക്കണം അല്ലെ? ഏറ്റവും പെട്ടെന്ന് ഫോർമുലാസ് ക്വിക്ക് റിവിഷന് വേണ്ടി നമ്മൾ തപ്പും. അപ്പൊ അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. Now ഇത് വളരെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് the entire 11th and 12th chapter I'm going to cover. Okay, അപ്പോൾ entire 11th and 12th chapter ഞാൻ കവർ ചെയ്യാൻ പോവാണ്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ബേസിക് ഫോർമുലാസ്, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ബേസിക് ഫോർമുലാസ് ആണ് ഞാൻ കവർ ചെയ്ത് പോകുന്നത്. ഇൻ ഡെപ്ത് അല്ല, ഇഷ്ടംപോലെ ഫോർമുലാസ് ഉണ്ട്, ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്, നമുക്കറിയാം. അപ്പൊ ഞാൻ എല്ലാം കവർ ചെയ്ത് പോകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ഫോർമുലാസ് നിങ്ങൾക്ക് അവസാന നിമിഷമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് അവസാന നിമിഷം ടു മേക്ക് സംതിങ് ഹാപ്പൻ ഇൻ ദി എക്സാം, അതിനു വേണ്ടിയുള്ള ഒരു സീരീസ് ആണിത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പടപടയെന്ന് ഞാൻ ഫോർമുലാസ് 1 by 1 പോകും. ശ്രദ്ധിച്ചിരുന്ന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പോകണം. ഓക്കെ, ഐ എം നോട്ട് ഒരു കൺസെപ്ഷ്യൽ ഡെഫിനേഷൻ ഒന്നുമില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസിലൂടെയാണ് ഞാൻ മക്കളെ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. അപ്പൊ ആദ്യം ഫിസിക്കൽ വേൾഡ്, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അതിനുശേഷം മോഷൻ ഇൻ വൺ ഡയമെൻഷൻ വരും അല്ലെ? അപ്പൊ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന ചാപ്റ്റർ വരുമ്പോൾ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഫോർമുലാസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫോർമുല ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ഉണ്ട്. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ രണ്ട് ടൈപ്സിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ, അതുപോലെ ടൈം സെയിം ആകുമ്പോൾ. രണ്ട് ഇന്റർവൽ ഉണ്ട് നമുക്ക്, S1 S2. ഇഫ് ദോസ് ടു ഇന്റർവൽസ് ആർ ദ സെയിം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് n ഡിവൈഡഡ് ബൈ 1 by v1 plus 1 by v2 plus etc till 1 by vn. ഓക്കെ, അത് v ആവറേജിന്റെ ഒരു ഇക്വേഷൻ. ഇനി മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് v average is equal to v1 plus v2 plus etc till vn divided by n. ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അറിയോ? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ടൈം ഇന്റർവൽ സെയിം ആവുകയാണെങ്കിൽ. സോ ക്വസ്റ്റ്യൻ പറയുവാണ്, ഇൻ ദ ഫസ്റ്റ് ഹാഫ് ടൈം ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു, ദ സെക്കൻഡ് ഹാഫ് ടൈം ഇത്രയും വെലോസിറ്റിയിലാണ് കവർ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ടൈം ഇത്ര വെലോസിറ്റി, സെക്കൻഡ് ഹാഫ് ടൈം ഇത്ര വെലോസിറ്റി, അങ്ങനെ പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണിത്. ഇനി ഇതാണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആണ്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ്, സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ആവറേജ് വെലോസിറ്റിയുടെ രണ്ട് ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ബേസിക് ഇക്വേഷൻ ചോദിച്ചാൽ എന്താണ് കണ്ടീഷൻ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അടുത്ത കണ്ടീഷൻ, നമ്മുടെ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. ഏതൊക്കെയാ? v is equal to u plus at, s is equal to ut plus half at square, പിന്നെ v square minus u square is equal to 2as. ഇത് ഓർത്ത് വയ്ക്കുക. ഇവിടെ മൂവിംഗ് അണ്ടർ ഗ്രാവിറ്റി ആണെങ്കിൽ എന് പകരം നമ്മൾ g ഇട്ട് കൊടുക്കും. അപ്വേർഡ് മോഷൻ ആണെങ്കിൽ എന് പകരം മൈനസ് ജിയും, ഡൗൺവേർഡ് ജേർണി ആണെങ്കിൽ എന് പകരം പ്ലസ് ജിയും ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ വേറെ പല ഷോർട്ട് കട്ട് ഇക്വേഷൻസിലേക്ക് വരും. അതിലൊന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ബോഡി ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, മുകളിലേക്ക് പോയി തിരിച്ച് അതിന്റെ കയ്യിലെത്താനുള്ള സമയം, ടൈം ഓഫ് ഫ്ലൈറ്റ് 2u by g. ഒന്ന് രണ്ട് ഷോർട്ട് കട്ട് ഇക്വേഷൻസ് മാത്രം പറയാം. അതുപോലെ h മാക്സിന്റെ ഒരു ഇക്വേഷൻ ആണ് h max is equal to u square by 2g. h max is equal to u square by 2g. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചോളൂ. പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഈ പറഞ്ഞത്. അതുപോലെ നമ്മൾ പല ഇക്വേഷൻസ് ഉണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് എല്ലാം നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട, കാരണം ബാക്കി എല്ലാ ഇക്വേഷൻസും ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അത്യാവശ്യം വന്നാൽ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ദോസ് ഇക്വേഷൻസ് ഫ്രം ഹിയർ. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ നമ്മുടെ ഗ്രാഫ് ആണ്. ഏത് ഗ്രാഫ്? മൂന്ന് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് മെയിൻലി അല്ലെ. ഒന്ന് xt ഗ്രാഫ്, then we have vt ഗ്രാഫ്, then we have acceleration time graph. Slope of xt graph, xt ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി തരും. Slope of vt graph gives you acceleration. Area under at graph gives you change in velocity. Area under xt graph gives you, vt graph gives you displacement. അപ്പൊ xt യുടെ സ്ലോപ്പ് v, vt യുടെ സ്ലോപ്പ് a, at under area delta v, change in velocity. Area under vt graph, the displacement. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കുന്നത്. ഗ്രാഫ് വരയ്ക്കാൻ ഓർക്കണം, ഏരിയ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള മെത്തേഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ മോഷൻ ഇൻ വൺ ഡയമെൻഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്.
ഇനി മൂവിംഗ് ഓവർ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, മോഷൻ ഇൻ 2 dimension അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. മോഷൻ ഇൻ എ പ്ലെയിനില് വെക്ടേഴ്സ് ഓർക്കണം. വെക്ടേഴ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. വെക്ടേഴ്സിൽ എന്തൊക്കെയാണ്? ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ബി കോസ് തീറ്റ, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇടയ്ക്ക് അവർ രണ്ട് വെക്ടർ വന്നിട്ട് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, എ ഡോട്ട് ബി ഇസ് പെർപെൻഡിക്കുലർ. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡു റിമെമ്പർ ദാറ്റ് എ ഡോട്ട് ബി വിൽ ബി ഈക്വൽ ടു 0. രണ്ടുപേര് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡു റിമെമ്പർ ദാറ്റ് എ ഡോട്ട് ബി വിൽ ബി കറസ്പോണ്ടിങ് ടു 0. അത് ഓർത്ത് വെക്കുക മോഷന്റെ പ്ലെയിനിൽ. മറ്റൊന്ന് റിസൾട്ടന്റ് വെക്ടർ. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് R നമ്മൾ എങ്ങനെ എഴുതും? റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഓർക്കുക. ഇനി സപ്പോസ് ഒരു വെക്ടർ A നമുക്ക് ഇങ്ങനെ തന്നു. വെക്ടർ A is equal to xi cap plus yj cap plus zk cap. സപ്പോസ് ഒരു വെക്ടർ ഇങ്ങനെ തന്നാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? Magnitude of the vector will be root of x square plus y square plus z square. ഇത്രയും കാര്യങ്ങൾ വെക്ടേഴ്സിൽ ഓർക്കുക. അതുപോലെ ക്രോസ് പ്രൊഡക്റ്റ്, പിന്നെ ഐ ഡോട്ട് ഐ എന്താണ്, ജെ ഡോട്ട് ജെ എന്താണ്, കെ ഡോട്ട് കെ എന്താണ്, അതൊക്കെ ഓർത്ത് വെക്കുക. ഐ ഡോട്ട് ഐ 1 ആണ്, അതുപോലെ ജെ ഡോട്ട് ജെയും 1, കെ ഡോട്ട് കെയും 1. ബട്ട് ഐ ഡോട്ട് കെ ആണെങ്കിലോ 0 ആണ്. ആ കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്? എ ക്രോസ് ബി. എ ക്രോസ് ബി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ ഇൻടു ഒരു ക്യാപ് ഏത് ഇടുന്നു? എ ക്യാപ് ഇടണം തൽക്കാലം. ഓക്കെ, ദാറ്റ് ഷോസ് ദ ഡയറക്ഷൻ. അപ്പൊ എ ക്രോസ് ബി ഇസ് വെക്ടർ ക്വാണ്ടിറ്റി, ബട്ട് എ ഡോട്ട് ബി ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ. പിന്നെ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട്. ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് പ്രൊജക്ടൈൽസിലേക്കാണ്. പ്രൊജക്ടൈൽസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള പ്രോബബിലിറ്റിയും ഉണ്ട്. പിന്നെ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് നമുക്ക് അറിയാലോ, എ പ്ലസ് ബി. അത് റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റുകൾ ഓർത്ത് വെക്കുക. പ്രൊജക്ടൈൽ മോഷനിലേക്ക് വരുമ്പോൾ 3 ടൈപ്സ് പ്രൊജക്ടൈൽ ആണ് മെയിൻലി ഉള്ളത്. അതിനകത്ത് ഒന്നാമത്തെ പ്രൊജക്ടൈൽ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ ആണ്. ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒന്ന് ട്രാജക്ടറി ഇക്വേഷൻ. y is equal to x tan theta minus half g x square by u square cos square theta. ട്രാജക്ടറി ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ട്രാജക്ടറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് an equation which is satisfied at each and every single point on the path of the projectile. പ്രൊജക്ടൈലിന്റെ ഓരോ പോയിന്റിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ട്രാജക്ടറി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പോയിന്റിലെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും അറിയാമെങ്കിൽ ബാക്കിയുള്ള ടേംസ് ഇത് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ. മറ്റൊന്ന് എച്ച് മാക്സിന്റെ ഇക്വേഷൻ, മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ബൈ എ പ്രൊജക്ടൈൽ. അതിന്റെ ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഓർത്ത് വെക്കുക. അതുപോലെ റേഞ്ചിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. റേഞ്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ g. അതും മറക്കാതെ ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഉണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ? 2u sin theta by g. Time of flight is equal to 2u sin theta by g. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഓർത്ത് വെക്കുക. പിന്നെ വെലോസിറ്റി ആഫ്റ്റർ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി ഒക്കെ ചോദിച്ചാൽ മക്കൾ ഓർത്തിരിക്കേണ്ട മെയിൻ ഒരു പോയിന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നൊരു അസംപ്ഷൻ ആണ് നമ്മൾ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈലും ഹൊറിസോണ്ടൽ ലോഞ്ച് പ്രൊജക്ടൈലും എടുക്കാറ്. ഓക്കെ. ബട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ മാറും? vy is equal to uy minus gt. മുകളിലേക്കാണെങ്കിൽ, താഴത്തോട്ടാണെങ്കിൽ പ്ലസ് gt നമുക്ക് എടുക്കാം. ഇനിയും അടുത്തത് ഓർത്ത് വെക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ which is corresponding to the horizontally launched projectile. ഈ horizontally launched projectileന്റെ കേസ് പല കോണ്ടെക്സ്റ്റിൽ വരാം. ചിലപ്പോൾ ഫ്ലൂയിഡ്സിലായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ പല കോണ്ടെക്സ്റ്റിൽ വരാം. എന്തായാലും horizontally launched, അപ്പൊ ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട്. ഹൊറിസോണ്ടൽ ലോഞ്ച് പ്രൊജക്ടൈലിന്റെ റേഞ്ച് ആണത് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൈറ്റ് ആണത് മാക്സിമം ഹൈറ്റ്. ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു അറിയോ? റേഞ്ച് ഇസ് ഈക്വൽ ടു യു റൂട്ട് ഓഫ് 2h by g. ഈ 2h by g എന്ന് പറയുന്ന ടേം ഇല്ലേ, അതാണ് അവിടെ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്, റൂട്ട് ഓഫ് 2h by g. ഓക്കെ. അപ്പൊ റേഞ്ചിന്റെ ഇക്വേഷൻ ഓർക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ ഓർക്കുക. അതുപോലെ വെലോസിറ്റി ആഫ്റ്റർ എ സർട്ടൻ ടൈം v will be equal to vx square plus vy square. പക്ഷെ ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും ഹൊറിസോണ്ടൽ കമ്പോണന്റ് u തന്നെ, മാറ്റമില്ല. സോ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, u square plus
g square t square. That is our velocity after a time t. Okay. പിന്നെ ഹൊറിസോണ്ടലി ആണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യൽ ആംഗിൾ എന്താ? തീറ്റ 0 ആണ്. ഓക്കെ. അതുപോലെ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ നമ്മൾ മുന്നേ പഠിച്ചതിന്റെ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അവന് വെലോസിറ്റി ഉണ്ട്. എന്താണ് മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി? ഇറ്റ് വിൽ ബി u cos തീറ്റ. അവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ. ഇറ്റ് വിൽ ബി u cos തീറ്റ, അവന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അപ്പോ ഇത് തീറ്റയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാകും? u cos തീറ്റ ഉണ്ടാകും. u sin തീറ്റ പക്ഷേ u sin തീറ്റ ഇനീഷ്യൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ്. ഇവിടത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് u sin തീറ്റ എന്ന് പറയുന്നത്. ഇവിടത്തെ ഹൊറിസോണ്ടൽ ആണ് u cos തീറ്റ. പക്ഷേ ux is remaining a constant throughout the motion. ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ux എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് മുകളിലും u cos തീറ്റ തന്നെ വരുന്നത്. പക്ഷേ വെർട്ടിക്കൽ കമ്പോണന്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. വീണ്ടും ഇത് സെയിം ആവുന്ന എവിടെയാണെന്നറിയോ? ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന പോയിന്റിൽ. u cos തീറ്റ തന്നെ u sin തീറ്റ നേരെ താഴത്തോട്ട്. മക്കൾ ഓർത്തു വെക്കുക, ഞാൻ എന്ത് വെലോസിറ്റിയിലാണോ മുകളിലേക്ക് എറിയുന്നത് അതേ വെലോസിറ്റിയിൽ തന്നെ തിരിച്ച് ഇത് ഗ്രൗണ്ടിൽ എത്തും. ഞാൻ എന്ത് വെലോസിറ്റിയിലാണോ ഏത് ആംഗിളിലാണോ വരുന്നത് അതേ ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ മേക്ക് താഴെ എത്തും. ഈ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക. ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ് ഇനീഷ്യൽ പോയിന്റിലും ഫൈനൽ പോയിന്റിലും. സോ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ് യൂഷ്വലി കം ഫോർ ദി എക്സാമിനേഷൻ. കേട്ടോ? അപ്പൊ അത് വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഓർത്തു വെക്കാൻ ശ്രമിക്കാം. ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽ കഴിഞ്ഞു. ഓക്കെ, ഏറ്റവും ബേസിക് ആണ് പറഞ്ഞു പോകുന്നത്. ഇനി ഇൻക്ലൈൻ പ്ലെയിനിൽ ലോഞ്ച് ചെയ്ത പ്രൊജക്ടൈൽ ആണെങ്കിൽ മക്കൾ ഓർത്തു വെക്കാൻ പറ്റുന്ന ഈസി ഒരു മെത്തേഡ് ഉണ്ട്. ഇവിടെ തന്നെ ജി റിസോൾവ് ചെയ്യേണ്ടി വരും നിങ്ങൾ. ജി ഇങ്ങോട്ട്, ഇത് തീറ്റ ആണെങ്കിൽ ഇത് എന്തായിരിക്കും അറിയോ? ഇത് തീറ്റ, ഇത് 90, ഇത് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ. ദിസ് വിൽ ബി ജി കോസ് തീറ്റ ഓർ ബീറ്റ, വാട്ടെവർ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇത് ജി സൈൻ തീറ്റ ഓർ ബീറ്റ. ഓക്കെ, അപ്പൊ നമ്മള് ബീറ്റ എന്ന് വിളിക്കുകയാണ് നല്ലത്. കാരണം സ്റ്റാൻഡേർഡ് ആയിട്ട് ബുക്കുകളിൽ നോക്കുമ്പോൾ ബീറ്റ എന്ന ആംഗിൾ ആണ് നമ്മളവിടെ കാണുക. ഓക്കെ, സോ സൈൻ ബീറ്റ, ജി കോസ് ബീറ്റ, ബീറ്റ. ഒരു പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ മക്കളെ ഇവിടുത്തെ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. എച്ച് മാക്സിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. യു സ്ക്വയർ പെർപെൻഡിക്കുലർ ബൈ 2g പെർപെൻഡിക്കുലർ. യു പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ദാണ്ടെ ഈ കമ്പോണന്റ്, ഈ ആംഗിൾ തീറ്റയിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പോണന്റിലെ ഈ കമ്പോണന്റ് ഇതാണ് യു പെർപെൻഡിക്കുലർ. ജി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജി കോസ് ബീറ്റ, അതാണ് പെർപെൻഡിക്കുലർ കമ്പോണന്റ്. മനസ്സിലായോ? ഇനി റേഞ്ചാ ചോദിക്കുന്നെങ്കിലോ 2u പെർപെൻഡിക്കുലർ ബൈ, ഈ ഒരു കണ്ടീഷൻ എഴുതാൻ പോയാൽ തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെ എഴുതരുത്. റേഞ്ച് ചോദിച്ചാൽ, റേഞ്ച് ചോദിക്കുമ്പോൾ അതിനൊരു വലിയ ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ താഴെ അതിന്റെ ഇത് കൊടുത്തേക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. 2u perpendicular by g perpendicular, 2u perpendicular by g perpendicular. ഓക്കെ, റേഞ്ചിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ മക്കളെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എച്ച് മാക്സും ടൈം ഓഫ് ഫ്ലൈറ്റ് ഓർത്ത് വയ്ക്കുക ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ. ക്ലിയർ? ഇപ്പൊ യു പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഈ കമ്പോണന്റ്, ഇത് യു സൈൻ തീറ്റ ആണെങ്കിൽ യു സൈൻ തീറ്റ, വാട്ടെവർ ഇറ്റ് ഈസ് ദാറ്റ് ഹാസ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓവർ ദെയർ. ക്ലിയർ? ഓൾറൈറ്റ്. ഇനി അവിടെ വരുന്നത് സർക്കുലർ മോഷന്റെ കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ സർക്കുലർ മോഷന്റെ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട 1-2 ടേംസ് ഉണ്ട്. സർക്കുലർ മോഷൻ. വൺ ഇസ് തീറ്റ. എന്താണ് തീറ്റ? തീറ്റ മീൻസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഇസ് ഒമേഗ? ആംഗുലർ വെലോസിറ്റി. നമുക്ക് അവനെ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി അടുത്ത ടേം ആൽഫ. എന്താണ് ആൽഫ? ഡി ഒമേഗ ബൈ ഡി ടി, ആംഗുലർ വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ് ആൽഫ, ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സർക്കുലർ മോഷൻ 2 ടൈപ്സ് ആണ്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ, രണ്ട് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും. AC is equal to v square by r ആണ്, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ r ആണ്. രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഇത് കൂടാതെ തന്നെ ഓർത്ത് വെക്കേണ്ടത് ഒമേഗ is equal to 2 pi by t ആണ്, അല്ലെങ്കിൽ 2 pi f ആണ്. ഫ്രീക്വൻസി, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് 1 by t ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ചിലപ്പോൾ RPS എന്ന് പറയാറുണ്ട്, ഹേർട്സ് എന്ന് പറയും, നമ്മൾ അതുപോലെ RPM എന്നൊക്കെ പറയും. RPM-ലാണ് വരുന്നതെങ്കിൽ കൺവേർട്ട് ഇറ്റ് ഇൻടു RPS ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി, കൺവേർട്ട് ആയിക്കോളും. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ വരുമ്പോൾ 2 ആക്സിലറേഷൻ.
ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല, സ്പീഡ് നോട്ട് കോൺസ്റ്റന്റ്. അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല. സിൻസ് സ്പീഡ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ് ഓവർ ദയർ, അവിടെ രണ്ട് ആക്സിലറേഷൻ, ഒന്ന് AT ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് വിളിക്കും, രണ്ട് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. AT എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിൽ എഴുതും. ഒന്ന് ആൽഫ ഇൻറ്റു ആർ, വെർ ആർ ഇസ് ദ റേഡിയസ്, ആൻഡ് AC നമ്മൾ വിളിക്കുന്ന പേര് v²/r തന്നെ, ഒരു മാറ്റവും. ഈ ഒരു കേസിൽ നെറ്റ് ആക്സിലറേഷൻ കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യണം. A net is equal to root of AT square plus AC square ആണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ് ഓൾസോ. A നെറ്റിന്റെ ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. സർക്കുലർ മോഷൻ. അടുത്തത് റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ്. റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ് ഞാൻ ഓടി പിടിച്ച് പറയുന്നില്ല, അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ആഡ് ചെയ്തേക്കാം. ഇഫ് യു ഗെറ്റ് സഫിഷ്യന്റ് ടൈം ഡു വാച്ച് ദാറ്റ്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റിയിൽ ബോട്ട് റിവർ പ്രോബ്ലം ഓർത്ത് വെക്കുക, റെയിൻ മാൻ പ്രോബ്ലം ഓർത്ത് വെക്കുക. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണെങ്കിൽ ഇത് രണ്ടും ഓർത്ത് വെക്കുക, ഈ രണ്ട് കണ്ടീഷൻസും, ബോട്ട് റിവർ ആൻഡ് റെയിൻ മാൻ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് നമ്മൾ ലോസ് ഓഫ് മോഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഫോർമുലാസ് മാത്രം പറഞ്ഞു പോവാം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ ആസ് യു നോ. ഈ ചാപ്റ്ററിൽ ഫ്രിക്ഷന്റെ ഫോർമുലാസ് ഓർത്ത് വെക്കുക. ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു മ്യൂ എൻ ആണ്. ഫ്രിക്ഷന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് ഫ്രിക്ഷൻ കൂടി വരും, എന്നിട്ട് അത് കുറയും. മാക്സിമം ഫ്രിക്ഷന്റെ പേര് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ്. അതിനുശേഷം അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറും സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. ആൻഡ് റോൾ ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് ഏറ്റവും കുറവ്. റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ലീസ്റ്റ് കൈനറ്റിക് ഫ്രിക്ഷൻ. അടുത്തത് മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. mu n. n is a normal reaction, mu is a coefficient of friction. ഇമ്പൾസിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്താണ് ഇമ്പൾസ് എന്ന് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ J വെച്ച് റെപ്രസെന്റ് ചെയ്യും F ഡെൽറ്റ T, ഫോഴ്സ് ഇൻടു ഡെൽറ്റ T, which is equal to change in linear momentum. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. പ്ലീസ് റിമെമ്പർ ദാറ്റ് ഓൾസോ, ഇമ്പൾസ്. ഇനി മറ്റൊരു കണ്ടീഷൻ ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ലോ F is equal to d/dt of P. ഇത് മറ്റൊരു ഫോമുല എഴുതാം, റോക്കറ്റ് പ്രൊപ്പൽഷൻ ഇക്വേഷൻസിന്റെ ഫോമുല. പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതാണ്. അതെങ്ങനെ എഴുതുന്നതെന്ന് അറിയോ? V into dm/dt. ഈ ഒരു ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. Okay, please remember this equation also. Force is equal to dm/dt. റോക്കറ്റ് പോകുന്ന കേസിലൊക്കെ യൂസ് ചെയ്യാം. Moving with a constant velocity, dm/dt means the mass is changing over there. That is a condition. Okay. ഇനി മറ്റൊന്നും അവിടെ ഓർത്ത് വെക്കേണ്ടത്, ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാൻ മക്കൾ എന്തായാലും പഠിച്ചിട്ട് വേണം പോവാൻ. ഒരു ബ്ലോക്ക് കെട്ടിയാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, താഴത്തേക്ക് mg, സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ. ഇനി ഒരു ത്രെഡിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ ഉണ്ടാകും. റിമെമ്പർ ദാറ്റ് ടെൻഷൻ ഇസ് ഓൾവേസ് ഡയറക്റ്റഡ് അവേ ഫ്രം ദ ബോഡി. നമ്മൾ ഏത് ബോഡിയാണ് എടുക്കുന്നത് അതിന് എതിരെ, അവേ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ബോഡി ടെൻഷൻ വിൽ ബി ആക്ടിങ്. കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്, രണ്ടുപേര് കോണ്ടാക്ട് ഇരിക്കുകയാണെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ബോഡി. ഈ കൺസെപ്റ്റുകൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രം വരച്ച് 1-3 ചോദ്യങ്ങളെങ്കിലും ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് നിങ്ങൾ പോവാൻ. അത് മറക്കാതിരിക്കുക. ഓക്കെ, 2 പുള്ളി വരുന്ന സിസ്റ്റത്തിൽ ഒരു ഷോർട്ട് കട്ട് ഫോമുല ഉണ്ടല്ലോ ലോസ് ഓഫ് മോഷനിൽ, അതും കൂടി നോട്ട് ചെയ്തേക്കാം. എന്താ ഫോമുല? ദാണ്ട് ഇങ്ങനെ 2 മാസം ഉണ്ട്, 2 മാസം ഹാങ് ചെയ്യുന്നു. ഒരു മാസം m1, മറ്റേ മാസം m2 ആണെങ്കിൽ ടെൻഷന്റെ ഫോമുല എന്താണ്? 2m1 m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അല്ലെ? അതുപോലെ ആക്സലറേഷൻ ആണെങ്കിലോ m2 മൈനസ് m1 ഇൻറ്റു g ബൈ m1 പ്ലസ് m2. മക്കളെ ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇറ്റ്സ് ഗോണ ബി എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഫോർ യു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് മോഷനിൽ മക്കൾ ഓർത്ത് വെക്കേണ്ടത്. നൗ മൂവിംഗ് ഓൺ ടു വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ എന്ന ചാപ്റ്റർ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് നോക്കാം. വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ മക്കൾ ഓർത്ത് വെക്കേണ്ട ഒന്നാമത്തെ ഇക്വേഷൻ വർക്ക് ഡൺ ഇക്വേഷൻ എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ ഓർത്ത് വെക്കുക. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, എഫ് എസ് കോസ് തീറ്റ. ഇനി മറ്റൊരു ഓർത്ത് വെക്കേണ്ട എനർജിയുടെ ഇക്വേഷൻസ് ആണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതൊക്കെ അറിയാം. രണ്ടാമത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ദാറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ ഓർക്കണം, it is P initial minus P final. ആ ഒരു പോയിന്റ് മക്കൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ടു റിമെമ്പർ. ഇനി വർക്ക് എനർജി തിയറം പോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കണ്ടീഷൻ ആണ് കൊളീഷൻസിന്റെ ഇക്വേഷൻ. അവിടെ മൊമെന്റം കൺസർവേഷൻ നമുക്ക് വരും. ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. എപ്പോ? ഇഫ് നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇസ് 0. F നെറ്റ് 0 ആണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ആ ഒരു കണ്ടീഷൻ കൂടി മക്കൾ ഓർത്ത് വെക്കുക. പിന്നെ കൊളീഷൻ നടന്നു കഴിയുമ്പോൾ അവിടുത്തെ 2 ഇക്വേഷൻസ് ഉണ്ട് മെയിൻലി.
അപ്പൊ രണ്ട് ബോഡീസ് സേ വരുന്നു M1 M2 എന്ന രണ്ട് ബോഡീസ് U1 U2 എന്ന വെലോസിറ്റിയിൽ വരുന്നു M1 M2 കൊളീഷന് ശേഷം they are moving with velocity v1 and v2. ഈ v1 ഉം v2 ഉം കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. v1 is equal to m1 minus e m2 into u1 plus 1 plus e into m2 u2 divided by m1 plus m2. ശരി, വലിയ ഇക്വേഷൻ ആണ്, പക്ഷെ ഓർത്ത് വെച്ചാൽ it will be worth it. v2 is equal to അതുപോലെ തന്നെ 2 1 1 1 ആ ഒരു ഫോർമാറ്റ് ചെയ്യാം. m2 minus e m1 into u2 plus 1 plus e into m1 u1 divided by m1 plus m2. E എന്ന് വെച്ചാൽ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഇന്റെ വാല്യൂ 1 ആണ്. ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഇന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. ആൻഡ് ഇറ്റ് ഇസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ E is equal to 0. അപ്പൊ ക്വസ്റ്റ്യൻ പറയുന്ന അനുസരിച്ച് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ E equal to 0. ഓക്കെ, അപ്പോ പിന്നെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ അതും കൂടി ഒന്ന് പറയട്ടെ. താഴത്തെ വെലോസിറ്റി √5gr, മുകളിലത്തെ വെലോസിറ്റി √3 ഇത് എന്തിനുള്ളതാ? ടു കംപ്ലീറ്റ് ദ സർക്കിൾ വിത്ത് ദ മിനിമം വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് വട്ടം കറങ്ങുമ്പോൾ മിനിമം വെലോസിറ്റി നീഡഡ് ടു കംപ്ലീറ്റ് ദ സർക്കുലർ മോഷൻ. മിനിമം വെലോസിറ്റി നീഡഡ് മിനിമം ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. √5gr താഴെ, √3gr മുകളിൽ √gr. ഇത്രയും കാര്യങ്ങൾ വർക്ക് എനർജി പവറിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. മറ്റൊന്ന് റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അവിടെ ആദ്യം തന്നെ സെന്റർ ഓഫ് മാസിന്റെ ബേസിക് ഇക്വേഷൻ ഓർത്ത് വെക്കുക. സെന്റർ ഓഫ് മാസ് RCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെന്റർ ഓഫ് മാസ് RCM is equal to എന്താണ് RCM എന്ന് പറഞ്ഞാൽ? RCM is equal to പറഞ്ഞേ. RCM is equal to M1 R1 അല്ലെ? രണ്ട് മാസസേ ഉള്ളുവെങ്കിൽ M1 R1 plus M2 R2 divided by M1 plus M2 ആണല്ലോ. സോ അത് ഓർത്ത് വെക്കുക ബേസിക് മോസ്റ്റ് ഇക്വേഷൻ ആയിട്ട്. അപ്പോൾ കുറെ മാസസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആഡപ്പ് ചെയ്ത് പോവുക സെന്റർ ഓഫ് മാസ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, സെന്റർ ഓഫ് മാസ് ഇരിക്കുന്ന പോയിന്റിൽ ഫിസിക്കലി മാസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ആ പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ കുറെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. അത് നോക്കാൻ സമയം കിട്ടിയാൽ നോക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മൾ ഓർത്ത് വെക്കുക. അതുപോലെ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് നമുക്ക് എഴുതാലോ. എങ്ങനെയാ? m1 v1 plus m2 v2 divided by m1 plus m2. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എഴുതാം. അതുപോലെ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എഴുതാലോ. എങ്ങനെയാ? m1 a1 plus m2 a2 divided by m1 plus m2. ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. മറ്റൊന്ന് ഓർത്ത് വെക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൺസെപ്റ്റ് ആണ്. അതുപോലെ ടോർക്ക് is equal to I alpha which is equal to RF. Alpha is angular acceleration, I is the moment of inertia. മക്കളത് പഠിക്കാതെ പോകരുതേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ബേസിക് വാല്യൂസ് പഠിക്കുക. റിംഗിന്റെ വാല്യൂ പഠിക്കുക. mr² സെൻട്രൽ ആക്സിസ് ആണെങ്കിൽ. ഡിസ്കിന്റെ പഠിക്കുക. സെൻട്രൽ ആക്സിസ് ആണെങ്കിൽ mr²/2. അതുപോലെ റോഡിന്റെ പഠിക്കുക ml²/12. ഈ വാല്യൂസ് ഒക്കെ പഠിക്കാതെ പോകരുത്. അത് അത്യാവശ്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. tau is equal to I alpha equal to RF. That condition is very important. അതുപോലെ ആംഗുലാർ മൊമെന്റം is equal to mvr. ഒരു പോയിന്റ് മാസ് ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം mvr എന്ന് യൂസ് ചെയ്യാം. ഇനി ഒരു ഷേപ്പ് ഉള്ള ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ I ഒമേഗ, L is equal to I ഒമേഗ, ഒമേഗ ആംഗുലാർ വെലോസിറ്റി, I മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. Then work done. Work done ഒക്കെ ഫോർമുല ഇവിടെ വരുമ്പോൾ അത് മോഡിഫൈ ആവുന്നത് എങ്ങനെയാ? work done is tau dot theta. പവർ നമ്മൾ അവിടെ പഠിച്ചില്ല വർക്ക് എനർജി പവറിൽ. F dot V എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ വരുമ്പോൾ റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ it will be tau dot omega. അങ്ങനെ പല രീതിയിൽ മോഡിഫൈഡ് ആവും. ഈ കൈനറ്റിക് എനർജി എന്താവും? half into I omega square, half into I omega square. ഓക്കെ, ഇനി അതുപോലെ ബാക്കി ടേംസും ഇതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം. ഇതിന് ഇങ്ങനെയും എഴുതാം L²/2I. വർക്ക് എനർജി പവറിൽ ഇതും മക്കൾ ഓർത്ത് വെച്ചോളേ. കൈനറ്റിക് എനർജി is equal to P²/2M. വർക്ക് എനർജി പവറിൽ വെച്ച് ഇതും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഒരു റിപ്ലിക്ക ഒരു അനലോഗി ഇക്വേഷൻ ആണ് L²/2I എന്ന് പറഞ്ഞ് നമ്മൾ കൈനറ്റിക് എനർജിയിൽ എഴുതുന്നത്. ഫൈൻ. ഇത്രയാണ് കൈനറ്റിക് എനർജി. ഇത്രയാണ് റൊട്ടേഷനിലെ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഓർത്ത് വെക്കുന്ന കാര്യം. ഇനി കുറേ ഉണ്ട്. ഏറ്റവും വളരെ ചുരുക്കമായ കുറച്ച് ഫോർമുലാസ് മാത്രം പറഞ്ഞു പോകുന്നു. ഇനി ഏതെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുവാണെങ്കിൽ മറ്റൊന്ന് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതും കൂടി
റേഡിയസ് ഓഫ് ഗൈറേഷൻ ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. ഗൈറേഷന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കെയിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നിങ്ങളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചാൽ ഏത് ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണോ വേണ്ടത് ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ എം കെ സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും നോക്കണ്ട. ധൈര്യമായിട്ട് എം കെ സ്ക്വയറിനോട് എന്താണെന്ന് പഠിക്കണ്ട. റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചോ എന്ത് ചെയ്യണം? എം കെ സ്ക്വയർ ആയിട്ട് ഏത് ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണോ ചോദിക്കുന്നത് ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അങ്ങോട്ടങ്ങ് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ അല്ലേ? റൈറ്റ്. ഓക്കെ, ലെറ്റ്സ് പ്രൊസീഡ് ഫർദർ ആൻഡ് ലെറ്റ്സ് മൂവ് ഓവർ. അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. അപ്പൊ ഗ്രാവിറ്റേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗ്രാവിറ്റേഷനിൽ ആദ്യം തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്കറിയാം അല്ലെ. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ F is equal to G m1 m2 by r square അല്ലെ. അപ്പൊ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് ഒരു ലോ ഓർത്ത് വെക്കുക. വാൽമീക് എന്ന് പറഞ്ഞാൽ എന്താണ്? It is weakest force, attractive force, long range force, medium independent ആണ് gravitational force. അത് independent of the presence of other bodies. It's a central force. Central force എന്ന് വെച്ചാൽ രണ്ട് ബോഡീസിനെ കണക്ട് ചെയ്യുന്ന ലൈൻ, നമ്മുടെ സെൻട്രൽ ലൈനിലൂടെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ആക്സലറേഷൻ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. gm/r². ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീന് 2-3 ഇക്വേഷൻസ് നമ്മൾ പറയുമല്ലോ, വേരിയേഷൻ വിത്ത് ഹൈറ്റും ഡെപ്ത് ഒക്കെ, അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. G is equal to G into 1 minus 2h/r. ഇത് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. ഇനിയും കറക്റ്റ് ഇക്വേഷൻ എന്താ ഇതിന്റെ? G is equal to G divided by 1 plus h/r the whole square. ഇതും കൂടി ഓർത്ത് വെക്കാം നമുക്ക് അവിടെ. ഓക്കെ അല്ലേ? സോ G ഡാഷിന്റെ ഈ ഇക്വേഷനും ഓർത്ത് വെക്കാം. ഇനി മറ്റൊന്ന് ഡെപ്ത് അനുസരിച്ച്, അപ്പൊ ഇത് ഹൈറ്റ് വെച്ച് മാറുന്നതാണ് കേട്ടോ. ഡെപ്ത് വെച്ച് മാറുന്ന ഇക്വേഷൻ എന്താ? 1 മൈനസ് G ഇൻറ്റു 1 മൈനസ് d/r. ഇതും നല്ലൊരു ഇക്വേഷൻ ആണ്, പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അതുപോലെ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ബേസ് ചെയ്ത് എങ്ങനെ എടുക്കും നമ്മൾ? G ഡാഷ് ഇസ് ഈക്വൽ ടു G മൈനസ് r ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക G ഡാഷിന്റെ വേരിയേഷനിൽ. ഇതുപോലെ തന്നെയാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെയും ഓർബിറ്റൽ വെലോസിറ്റിയുടെയും ഇക്വേഷൻ. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2gr, പിന്നെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ആവുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ റൂട്ട് ഓഫ് 2gm/r എന്ന് എഴുതാം. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് gm/r. ഇവിടെ സ്മോൾ ആർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി എർത്ത് പ്ലസ് ദ ഹൈറ്റ് അബവ് വിച്ച് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. ഇനി നമ്മുടെ സാറ്റലൈറ്റ് വളരെ എർത്തിനോട് വളരെ ക്ലോസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: വി ഓർബിറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് gr. ഓക്കെ, അപ്പൊ വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു റൂട്ട് 2gr. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഓർത്ത് വെക്കുക. അപ്പൊ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? സാറ്റലൈറ്റ് എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഓർബിറ്റിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രം വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഓൾറൈറ്റ്. ഇനി നമുക്ക് ഓർത്ത് വെക്കേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക, ഫോക്കസ് ചെയ്യുക. അതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ വെച്ച് യൂസ് ചെയ്യുകയാണ്. gm/r². ഓർക്കുക. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? -gm/r. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ -gmm/r വരും. അതുപോലെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഓഫ് റിവോൾവിംഗ് സാറ്റലൈറ്റ്, അതിന്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യാം. ഒന്നും വേണ്ട, കൈനറ്റിക് എനർജി നമുക്കറിയാം, ½ ആണ്. v എന്ന് വെച്ചാൽ ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ -gmm/r എന്ന് വരും. പൊട്ടൻഷ്യൽ എനർജി -gmm/r. എന്താണ്? -gmm/r. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ മക്കൾ ഓർത്ത് വെക്കുക ഗ്രാവിറ്റേഷൻ എന്ന ടോപ്പിക്. ഈ കാര്യങ്ങൾ മിനിമം മറക്കരുത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പോകുന്നത് ഏതാ? 11th അടുത്ത ടോപ്പിക് ഉണ്ടല്ലോ, ഏതാ അത്? പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് മാറ്റർ. അപ്പൊ സോളിഡ്സ് എന്ന ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ യങ്സ് മോഡുലൈ ഫോർമുല. Y is equal to stress by strain. അതെന്താ ഫോർമുല? FL/A∆L. അപ്പൊ L ഒറിജിനൽ ലെങ്ത്, ΔL ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, ആൻഡ് A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, F is the force. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ Y പോലെ തന്നെ പഠിക്കുന്ന മറ്റൊരു മോഡൽസ് ഉണ്ടല്ലോ, ഏതാ? ബൾക്ക് മോഡൽസ് അല്ലെ. ΔP ചേഞ്ച് -ΔP/ΔV/V. ഇത് ഓർത്ത് വെക്കുക. അതുപോലെ ഈറ്റ റിജിഡിറ്റി മോഡുലസ്, എന്താ അത്? ഫോഴ്സ് ബൈ ഏരിയ ബൈ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ x/l.
അതുപോലെ വൈനെയും ബിനെയും മീറ്റിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. Strain energy per unit volume. And the equation half into stress into strain. Half into stress into strain. ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും അറിയാലോ. സ്ട്രെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ടു ദി ഒറിജിനൽ വോളിയം, ജനറലി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. അത്രയും കാര്യം ഓർത്ത് വെക്കുക. ഹുക്സ് ലോന്റെ ഗ്രാഫ് മറക്കണ്ട. അതിനകത്ത് ഓരോ പോയിന്റ്സും എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്ന് NCERT വെച്ചൊന്ന് ഓടിച്ചിട്ടുന്ന ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേക്കാം. ഓക്കെ, ഇനി ഫ്ലൂയിഡ്സിലേക്ക് വരുമ്പോൾ ഫ്ലൂയിഡ്സ് വളരെ വലിയൊരു ചാപ്റ്റർ ആണെങ്കിൽ കൂടി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒന്ന് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഞാൻ ലിക്വിഡിൽ ഡ്രോപ്പ് ചെയ്തു, VTയുടെ ഇക്വേഷൻ എന്താ? അത് 2/9 into rho minus sigma by eta r square g. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അതിന്റെ കൺസെപ്റ്റ് ഓർത്ത് മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ. അതുപോലെ സ്റ്റോക്സ് ലോ, നമ്മുടെ വിസ്കസ് ഫോഴ്സ് വരുന്ന സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ എന്താ? സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ F is equal to 6 pi eta RV. ഓർത്ത് വെക്കുക. Eta coefficient of viscosity ആണ്, R is the radius of the small ball which is going through a liquid, V is the velocity. Okay, buoyant force. എന്താ buoyant force? നമ്മൾ ബേസിക്കലി എങ്ങനെ ഓർത്ത് വെക്കാം? Buoyant force is equal to volume of the body into density of the liquid into G. ഓക്കെ, ഇതാണ് നമ്മുടെ buoyant force മക്കൾ ജനറലി ഓർത്ത് വെക്കേണ്ട കാര്യം. അപ്പൊ ചിലപ്പോൾ ബോഡി ഇത്രമാത്രം ഇമേഴ്സ്ഡ് ആണ്, ഇത്രമാത്രം ഇമേഴ്സ്ഡ് അല്ല എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇഫ് യു റിമെമ്പർ ദിസ് ഫോർമുല യു കൻ ഈസിലി സോൾവ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, buoyant force volume of the body into density of the liquid into G. ഓർത്ത് വെച്ചോളൂല്ലോ. അപ്പൊ ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ പിന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യം പാസ്കൽസ് ലോ ആണ്. എന്താ നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്? P is pressure is equal to H rho G. മറ്റൊരു കാര്യം ഫോഴ്സ് F1 by A1, നമ്മളെ ഹൈഡ്രോളിക് പ്രസ് ഒക്കെ ഇല്ലേ, അതിനകത്ത് യൂസ് ചെയ്യുന്ന F2 by A2. ഇത് ഓർത്ത് വെച്ചേക്കാം. സെയിം ഹൈറ്റിലുള്ള എല്ലാ പോയിന്റ്സിലും പ്രഷർ സെയിം ആണ്, മറക്കരുത്. സെയിം ഹൈറ്റിലുള്ള എല്ലാ പോയിന്റ്സിലും പ്രഷർ സെയിം ആണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ A1 V1 is equal to A2 V2. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മൾ ഗാർഡനിലെ ഹോസ് ഒക്കെ നനയ്ക്കില്ലേ, പൈപ്പ് ഒക്കെ നനയ്ക്കില്ലേ, അറ്റം നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. എന്തിനാ? വൈ? ടു ഇൻക്രീസ് ദ വെലോസിറ്റി ബേസ്ഡ് ഓൺ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫ്ലോ ഇൻ വിച്ച് എവറി പാർട്ടിക്കിൾ ഫോളോസ് ദ പാത്ത് ഓഫ് ഇറ്റ്സ് പ്രെഡസസർ. ഇനി മറ്റൊന്നാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അവിടെ പ്രഷർ പ്ലസ് പ്രഷർ എനർജി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ, P by വോളിയം ആണ് കേട്ടോ, അത് പ്രഷർ എനർജി ബൈ യൂണിറ്റ് വോളിയം പ്ലസ് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് P by റോ ജി വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം. P by റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2G പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇവിടെ ഈ ഫസ്റ്റ് ടേമിലെ ഇവനെ വിളിക്കുന്നത് പ്രഷർ ഹെഡ് എന്നാണ്, ഇവനെ വിളിക്കുന്നത് വെലോസിറ്റി ഹെഡ് എന്നാണ്, എച്ചിനെ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഹെഡ്. ഓക്കെ, ഈ ടേംസ് ഓർത്ത് വെക്കുക. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പരീക്ഷയ്ക്ക്. അപ്പൊ അതായില്ലേ, ബെർണോളിസ് പറഞ്ഞു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞു. സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷന്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ബബിൾസ് കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന ന്യൂ സർഫസ് ഏരിയ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 4 pi r square അല്ലെങ്കിൽ 8 pi r square into the surface tension. അപ്പൊ ചേഞ്ച് ഇൻ ഏരിയ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഏരിയ into the surface tension. ഈ ഒരു കണ്ടീഷൻ മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, ചേഞ്ച് ഇൻ ഏരിയ into the surface tension. അപ്പോൾ ഏരിയ എടുക്കുമ്പോൾ ഫ്രീ സർഫസ് എത്രണ്ണമുണ്ട്? ഇപ്പൊ എയർ ബബിൾ എടുക്കുന്നെങ്കിൽ അകത്തെ എടുക്കണം, പുറത്തെ എടുക്കണം, ടോട്ടൽ ഏരിയ ആണ് എടുക്കാൻ കേട്ടോ. ചേഞ്ച് ഇൻ ഏരിയ, ആദ്യം ഇത്ര ഏരിയ ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയും ഏരിയ ആക്കാൻ എന്താണ് വർക്ക്? ആ കണ്ടീഷൻസ് ഓർത്ത് വെക്കുക ഫ്ലൂയിഡ്സിൽ. ഓക്കെ, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പറയുന്നത്, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അടുത്ത കണ്ടീഷനിലേക്ക് വരുമ്പോൾ കൈനറ്റിക് തിയറി, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ചാപ്റ്റേഴ്സ്. അപ്പൊ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു MC ഡെൽറ്റ ടി. ആ കണ്ടീഷൻസ് മക്കൾ ഓർത്ത് വെക്കുക. എന്താ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു MC ഡെൽറ്റ ടി. അവിടെ കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ വരാം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി? ഹീറ്റ് ലോസ് ബൈ എ ബോഡി വിൽ ബി ഈക്വൽ ടു ദ ഹീറ്റ് ഗെയിൻ ബൈ ദി അതർ ബോഡി. അത് ഓർത്ത് വെക്കുക കേട്ടോ കണ്ടീഷൻ. പിന്നെ നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വരുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു KA ഡെൽറ്റ ടി ബൈ L. തെർമൽ കണ്ടക്ടിവിറ്റി, K is thermal conductivity. Now ഓർക്കണം,
തെർമൽ കണ്ടക്ടിവിറ്റി എന്ന കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഹീറ്റ് റെസിസ്റ്റൻസ് എന്ന ഐഡിയ അല്ലെങ്കിൽ ഹീറ്റ് കറന്റിന്റെ ഐഡിയ ഒക്കെ നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ സ്റ്റെഫാൻസ് ലോ, വീൻസ് ലോ, വീൻസ് ലോ ഒക്കെ എല്ലാം പഠിച്ച് ഉറപ്പായിട്ട് വെക്കുക കേട്ടോ. ഒരു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. T final minus T initial by time proportional to T initial plus T final by 2, the average of the temperature minus T naught, the ambient temperature. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇത് രണ്ടു വട്ടം യൂസ് ചെയ്ത് റേഷ്യോ എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് വരാം. പിന്നെ എഫിഷ്യൻസിയുടെ ഫോർമുല ഓർത്ത് വെക്കുക. ഏത് എഫിഷ്യൻസി? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 ഫോർമുല. നമ്മുടെ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഫോർമുല ഓർത്ത് വെക്കുക. അതുപോലെ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി പോലെ റെഫ്രിജറേറ്ററിന്റെ കോയിഫിഷ്യൻ ഓഫ് പെർഫോമൻസിന്റെ ഫോർമുലയും ഓർത്ത് വെക്കുക. എഫിഷ്യൻസിയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഹീറ്റ് എന്ന ടോപ്പിക്കിൽ ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഡെൽറ്റ ക്യൂ is equal to m into LV, latent heat of vaporization, latent heat of fusion. ഓക്കെ, അതൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലെ? ആവശ്യം. ഇനി നമുക്ക് വേണ്ടത് തെർമോഡൈനാമിക്സിൽ 4 പ്രോസസ്സസ് ഓർത്ത് വെക്കണം. ഏതൊക്കെയാ 4 പ്രോസസ്സസ്? നമ്മുടെ ഐസോതെർമൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അവിടെ വരുന്ന വർക്ക് ഡണിന്റെ ഇക്വേഷൻ, അതുപോലെ സ്റ്റേറ്റ്, അതായത് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് അഡിയാബാറ്റിക് വരുമ്പോൾ പി വി റൈസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അവിടെ എന്താ? നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടാണ്, നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. അത് ഓർത്ത് വെക്കുക. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് ഐസോബാറിക് വരുമ്പോൾ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ് ഐസോബാറിക്കില്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? വി ബൈ ടി ഇസ് എ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഇക്വേഷൻ, ഓർത്ത് വെക്കുക. അതുപോലെ അടുത്ത കേസ് വരുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് വന്നു, അടുത്തത് വോളിയം കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും, പി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. 4 തെർമോഡൈനാമിക് പ്രോസസ്സും ഓടിച്ചിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. വർക്ക് ഡണിന്റെ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. രണ്ടിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ, ഒരെണ്ണം -2.303 NRT log V2 by V1, മറ്റത് P1 V1 minus P2 V2 by gamma minus ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഓൾറൈറ്റ്. ഇനി തെർമോഡൈനാമിക്സിലും മക്കൾ പിന്നെ ഓർത്ത് വെക്കേണ്ടത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് നമ്മുടെ ഇവിടെ വരുന്ന റിലേഷൻ ആണ്, കൈനറ്റിക് തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F is equal to 3n minus I, അത് ഓർത്ത് വെക്കുക. Cp minus Cv is equal to R. ഇത് വെച്ചൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓർത്ത് വെക്കുക. Cp യുടെ വാല്യൂ എന്താണ്, Cv യുടെ വാല്യൂ എന്താണ്, ഓർത്ത് വെക്കുക. Cv എന്താണ്, Cp എന്താണ്, ദുർബലത. പിന്നെ കൈനറ്റിക് തിയറിയുടെ ബേസിക് ഫോർമുലാസ് ഇല്ലേ, അത് ഓർത്ത് വെക്കുക. എന്റെ കൈനറ്റിക് തിയറിയുടെ വീഡിയോസിൽ ഡേവ് പി MTR എന്ന ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് സ്റ്റാർട്ടിങ് മാത്രം 1-2 മിനിറ്റ് ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഡേവ് പി MTR എന്താണെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കി ഒന്ന് വെച്ചേക്കാം. പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ കൈനറ്റിക് തിയറിയിൽ. എന്നിട്ട് കൈനറ്റിക് തിയറി തെർമോഡൈനാമിക്കൽ ലോസ് എല്ലാം കൂടി അപ്ലൈ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ തെർമോഡൈനാമിക്കിന്റെ നമ്മുടെ ലോസ് ഓഫ് തെർമോഡൈനാമിക് ലോസ് ഉണ്ടല്ലോ, 3 ലോസ്. ഏതൊക്കെയാ? ഫസ്റ്റ് ലോ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. 1 ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സെക്കൻഡ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഓർത്തില്ലെങ്കിൽ മനസ്സിലാക്കുക. ഹീറ്റ് ഇസ് ഓൾവേസ് ട്രാൻസ്ഫർ ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. നേരെ തിരിച്ച് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡു സം എക്സ്ട്രാ വർക്ക് ഓൺ ദാറ്റ്. അത് ഓർത്ത് വെക്കുക. പിന്നെ അവിടെ ഓർക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ നൗ ഫസ്റ്റ് ലോ എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ. ഇനി ഓസിലേഷൻ എന്ന ചാപ്റ്റർ വരുമ്പോൾ എന്താണ് ഓസിലേഷൻ? ബേസിക്കലി ടൈം പീരിയഡ് ഇക്വേഷൻസ് ഓർക്കുന്നത്. സ്പ്രിംഗിന്റെയും അതുപോലെ സിമ്പിൾ പെൻഡലത്തിന്റെയും ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു 2π√m/k. പല k കണക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ റിമൈൻഡ് ചെയ്തോളാം. പിന്നെ ഒന്ന് ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം 2π√L/g. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ് ഇക്വേഷൻ 2π√L/g. G വേരിയേഷൻ അനുസരിച്ച് പല ഇക്വേഷൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നുണ്ട്, അത് നോട്ട് ചെയ്യണം. ബേസിക് ആയിട്ട് മാത്രം ഇത് ഓർത്ത് വെക്കുക. പിന്നെ F is equal to -kx, അത് ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വെലോസിറ്റി is equal to ω√a² - x² എന്ന റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ആക്സിലറേഷൻ -ω² x ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആക്സിലറേഷനും ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π ആണ്. അതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ,
മീൻസ് ഡാമ്പിംഗ് നിങ്ങൾ അവസാന നിമിഷം നോക്കാൻ പോകണ്ട. എന്തായാലും ഡാമ്പിങ്ങിന്റെ ഐഡിയ എത്രയേ ഉള്ളൂ, ആംപ്ലിറ്റ്യൂഡ് ഇസ് ഗോൺ ഡിക്രീസ്. അത് പ്രാക്ടിക്കലി ഡാമ്പിംഗ് നമ്മൾ കാണും, ആംപ്ലിറ്റ്യൂഡ് ഇസ് ഗോൺ ഡിക്രീസ്, അത് ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഓക്കെ, പിന്നെ ബേസിക് ഇക്വേഷൻ ഏതാ, y ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ x ഇസ് ഈക്വൽ ടു a sin omega t. മക്കളെ ഇത് മീൻ പൊസിഷനിങ് തുടങ്ങുമ്പോൾ, എക്സ്ട്രീം പൊസിഷനിങ് തുടങ്ങുന്നതെങ്കിൽ y ഇസ് ഈക്വൽ ടു a cos omega t വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, y is equal to a sin omega t, അതുപോലെ y is equal to a cos omega t ഇക്വേഷൻസും മക്കൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. y is equal to a sin omega t മീൻ പൊസിഷനിങ് ആണെങ്കിലും a cos omega t എക്സ്ട്രീം പൊസിഷൻ ആണെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കറക്റ്റ് ആയിട്ട് അങ്ങ് യൂസ് ചെയ്യാം. ഫൈൻ. ഇനി വേവ്സ് എന്ന ടോപ്പിക് വരുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത് മെയിൻ ആയിട്ട്? വേവ്സ് എന്ന ടോപ്പിക് വരുമ്പോൾ അവിടെ മൂന്ന് ഡിഫറെന്റ്, ഒന്ന് ഇന്റർഫറൻസ്, രണ്ട് ബീറ്റ്സിന്റെ കാര്യം, മൂന്ന് സ്റ്റേഷനറി വേവ്സിന്റെ കാര്യം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ സ്റ്റേഷനറി വേവ്സിന്റെ കാര്യം പറയുമ്പോൾ പൈപ്പ്, ഏത് ക്ലോസ് പൈപ്പ്, ഒരു എൻഡ് ക്ലോസ് ചെയ്ത പൈപ്പ്, അതുപോലെ ഓപ്പൺ പൈപ്പ്, പിന്നെ റിങ്, സോറി ത്രെഡ്, ഈ ത്രെഡിൽ വരുന്ന വേവ്സിന്റെ എല്ലാം കണ്ടീഷൻസ്, ഫ്രീക്വൻസിയുടെ കണ്ടീഷൻസ് പഠിച്ചു വെക്കണേ. പിന്നെ ഒന്ന് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് നോക്കാതെ മറക്കരുത്. ഡോപ്ലർ എഫക്റ്റ്, ഡോപ്ലർ എഫക്റ്റ് നോക്കണം. Okay, Doppler apparent change in the frequency when one body is moving, both the bodies are moving and one body is producing a sound. Doppler effect പഠിക്കുക. പിന്നെ അവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്റർഫറൻസ്. പക്ഷെ ഇന്റർഫറൻസ് നമ്മുടെ 12th ആയിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാം നമുക്ക്. ഇന്റർഫറൻസ് എങ്ങനെ, ഇന്റർഫറൻസിന്റെ ഐമാക്സ് ബൈ ഐമിൻ റേഷ്യോ ഒക്കെ. ഐമാക്സ് ബൈ ഐമിൻ എന്ന് പറഞ്ഞാൽ എന്താ, √I1. അത് ഓർത്ത് വെച്ചോളേ, പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാ. √I1 plus √I2 the whole square divided by √I1 minus √I2 the whole square. ഈ ഇക്വേഷൻസും ഓർത്ത് വെക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയാണ് വേവ്സിൽ ഞാൻ പറയുന്നുള്ളൂ. വേവ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. ബീറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ആണ് ബീറ്റ്സ്. F1 minus F2 waxing or waning effect, F1 minus F2 ബീറ്റ്സ്. അപ്പൊ ഡോപ്ലർ എഫക്റ്റ് മക്കൾ നോക്കണേ, ഞാനിവിടെ പറയുന്നില്ല. ഡോപ്ലർ എഫക്റ്റ് നോക്കിയേക്കണം, എന്നിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ബീറ്റ്സിന്റെ കണ്ടീഷനും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, യു വിൽ ഫൈൻഡ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 11th സ്റ്റാൻഡേർഡ് ടോപ്പിക്സിൽ മക്കൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് 12th കയറാം. ഓക്കെ, 12th നമ്മൾ 12th കയറുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ഏതാ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് വരുന്ന ചാപ്റ്റർ. അവിടെ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് കുളുംസ് ലോ എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വരാം. F is equal to K Q1 Q2 by R square എന്ന ഫോർമുല ഓർത്ത് വയ്ക്കുക. K എന്താണ്, 1/4 pi epsilon 0. Epsilon 0 into epsilon R എന്ന് പറഞ്ഞാൽ epsilon ആണ്. പ്ലീസ് റിമെമ്പർ, ഇത് വെക്ടർ ആണ്, ഫോഴ്സ് ഒരിക്കലും സ്കേലാർ അല്ല, ഫോഴ്സ് വെക്ടർ ആണ് കേട്ടോ. പിന്നെ ഓർത്ത് വെക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിന്റെ ബേസിക് കണ്ടീഷൻ എന്താ, KQ by R square. Then potential എന്താ, KQ by R minus KQ by R. Potential ഓർത്ത് വയ്ക്കുക. potential energy ഉണ്ട് minus KQ1 Q2 by R. Remember all those things. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ്, സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് എ ചാർജ് എന്ന് പറയാം. അതുപോലെ F is equal to എന്താണെന്ന് അറിയോ, F by Q is equal to E ആണ്. അതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കണ്ടീഷൻ ശരിക്കും. ഓക്കെ, ഇനി നമ്മുടെ മക്കള് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട മറ്റൊരു കണ്ടീഷൻ, രണ്ട് ഒബ്ജക്ട്സിനെ നമ്മൾ ചേർത്ത് വെച്ച് വിചാരിക്കാം. Q1 and Q2 ചാർജ് ഉള്ളതിന് ടോട്ടൽ ചാർജ് എന്താവും അറിയോ, Q1 plus Q2 ആവും. ഇനി അവ സെപ്പറേറ്റ് ചെയ്ത് എന്ത് പറ്റും അറിയോ, ഫസ്റ്റ് ബോഡിക്ക് Q1 plus Q2 by 2 എന്ന ചാർജും സെക്കൻഡ് ബോഡിക്ക് Q1 plus Q2 by 2 എന്ന ചാർജുമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അവർ വീണ്ടും പഴയ ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഫോഴ്സ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റ് 0 ആണ്, ആ പോയിന്റ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ രണ്ടുവട്ടം യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അതൊരു ഡൈപോളിന്റെ ഇക്വേഷൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതൊന്നും പറ്റിയില്ല എങ്കിൽ മക്കൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ε0 A/d. എന്താണ്, C equal to ε0 A/d. ലാസ്റ്റ് മിനിറ്റിലേക്ക് വേണ്ടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. C equal to ε0 A/d. That is gonna be important. ഇനി മറ്റൊരു പോയിന്റ് ഉള്ളത്, ε0ന് പകരം തന്നെ പല പല ടെർമിനോളജീസ് അവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് കപ്പാസിറ്റർ സീരീസിൽ കണക്ട് ചെയ്താൽ എങ്ങനെയാണ്, പാരലൽ കണക്ട് ചെയ്ത് എങ്ങനെയാണ്. സീരീസ് ആണെങ്കിൽ 1/C is equal to 1/C1 plus 1/C2 plus 1/C3. പാരലൽ ആണെങ്കിൽ C1 plus C2 plus C3. അത് നോട്ട് ചെയ്യാം കേട്ടോ.
അപ്പൊ ഇത്രയും ആ രണ്ട് ചാപ്റ്റർ നോട്ട് ചെയ്യുക. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ വരുമ്പോൾ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ അവിടെ മക്കൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റ്സ്, കറന്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഓർത്ത് വെക്കണേ, വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, എ ഏരിയ, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ, എൻ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഐ ഇസ് ഈക്വൽ ക്യൂ ബൈ ടി ഒക്കെ മക്കൾക്ക് അറിയാവുന്ന ക്വസ്റ്റൻ അല്ലേ. ഇനി ക്യൂവിന് പകരം എൻ ഇ എന്ന് എഴുതാം. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുന്ന ഒരു കൺസെപ്റ്റ്, അത് ഓർത്തോ. ഓംസ് ലോ എന്താ? വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ എന്ന് പറയുമ്പോൾ കുറച്ച് സെല്ല് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ, സീരീസ് ആണെങ്കിൽ ചുമ്മാ ഇ വൺ പ്ലസ് ഇ ടു ചെയ്താൽ മതി ഈക്വലന്റ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ. പാരലൽ ആണെങ്കിൽ ഇ ബൈ ആർ ഇസ് ഈക്വൽ ടു ഇ വൺ ബൈ ആർ വൺ പ്ലസ് ഇ ടു ബൈ ആർ ടു പ്ലസ് എക്സെട്ര ടിൽ ഇ എൻ ബൈ ആർ എൻ. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് അവിടെ ഓർത്തിരിക്കേണ്ടത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് ഓർത്ത് വെക്കണം. അപ്പൊ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഒരു കറന്റ് ഡെൻസിറ്റി മാർക്കല്ലേ, ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ. അതൊരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചു, ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. മൈനസ് ഇ ഇ ടോ ബൈ എം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇനി അവിടെ വരുന്ന മറ്റൊരു കാര്യം മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ മക്കൾ ഫോക്കസ് ചെയ്ത് ഓർക്കേണ്ടത് നമ്മുടെ വീസ്റ്റൺസ് ബ്രിഡ്ജിനെ കുറിച്ചാണ്. വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അറേഞ്ച്മെന്റ് അറിയാലോ, ഇങ്ങനെ 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 ഇങ്ങനെ, സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ വരാനുള്ള റീസൺ ചാൻസ് കുറവാണ്, പല പല ഫോർമാറ്റിലായിരിക്കും വരുന്നത്. പി ക്യു ആർ എസ്. ഇപ്പൊ വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണെങ്കിൽ നമ്മൾ ഇത് ഓർത്ത് വയ്ക്കുക, പി ബൈ ക്യു ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്. എപ്പോഴാണെന്ന് അറിയോ? അല്ലെങ്കിൽ പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ് ആണെങ്കിൽ ഗാൽവനോമീറ്റർ ഇരിക്കുന്ന ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഇല്ല. ഗാൽവനോമീറ്റർ ഇരിക്കുന്ന ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഇല്ല, പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ് ആണെങ്കിൽ. അത് ഓർത്ത് വെക്കുക. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. P by Q is equal to L by 100 minus L. L is the balancing length. Okay, ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു, ജസ്റ്റ് റെഫർ ഇഫ് യു വാണ്ട്. അപ്പൊ P by Q is equal to L by 100 minus L. പൊട്ടൻഷ്യോമീറ്റർ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒന്ന്, കമ്പയറിംഗ് ദ ഇ എം എഫ് ഓഫ് ടു സെൽസ്, E1 by E2 is L1 by L2. L1 ഫസ്റ്റ് കേസിലെ ബാലൻസിംഗ് ലെങ്ത്, L2 രണ്ടാമത് വേറൊരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന ബാലൻസിംഗ് ലെങ്ത്. ഇനിയും പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇന്റേണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറ്റുമെങ്കിൽ ഓർത്ത് വെക്കണം മക്കള്, L1 by L2 minus 1. ഓക്കെ, ഈ ഫോർമുലയും നിങ്ങൾ കണ്ടീഷൻസ് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക മക്കള്. ട്രൈ ടു റിമെമ്പർ ഓൾ ദീസ് കണ്ടീഷൻസ്. ഇനിയും നമുക്ക് വരുന്നത് അടുത്ത ചാപ്റ്റർ ആണ്, മൂവിംഗ് ചാർജസ്. മൂവിംഗ് ചാർജസിൽ എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്? കുറേ കാര്യങ്ങളുണ്ട് മൂവിംഗ് ചാർജസിൽ ഓർത്ത് വെക്കാൻ അല്ലേ. മൂവിംഗ് ചാർജസിൽ ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡിന്റെ പല പല ഇക്വേഷൻസ് ഉണ്ട്. ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ μ0 I by 2 pi r ഓർത്ത് വെക്കാം. ഒരു സർക്കുലർ കോയിൽ, അതിന്റെ നടുക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ μ0 I by 2r ഓർത്ത് വെക്കാം. ഓക്കെ, അങ്ങനെ പല പല ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് ഒന്നും പോകണ്ട, സിമ്പിൾ ഇക്വേഷൻസ് തൽക്കാലത്തേക്ക് ഓർത്ത് വെക്കാം. ബയോട്ട്-സാവർട്ട്സ് ലോ മറക്കരുത് കേട്ടോ. dB is equal to μ0 by 4 pi IDL sin theta by r square. ബയോട്ട്-സാവർട്ട്സ് ലോ മറക്കാതെ ഓർത്ത് വെക്കണം കേട്ടോ, അത് മറക്കരുത് ബയോട്ട്-സാവർട്ട്സ് ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഓർത്ത് വെച്ച് പഠിക്കുക. ഓൾറൈറ്റ്. ഇനി അവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ് ദ സെയിം ഡയറക്ഷൻ ഓർ ഡിഫറെന്റ് ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താ? F is equal to ILB sin theta. അതുപോലെ ഒരു ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താ? F equal to Q into V cross B, QVB sin theta. ഇവര് തമ്മിലുള്ള ഫോഴ്സ് എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് is equal to μ0 I1 I2 by 2 pi d. ഈ കണ്ടീഷൻസും ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെയിം ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൽ അവർ റിപ്പല് ചെയ്യുവാണോ ചെയ്യുന്നത്? അല്ല, അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവര് റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ ലൈക്ക് ചാർജസ് റിപ്പൽ ആണ്, പക്ഷെ ഇവിടെ ലൈക്ക് കറന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ മീൻസ് ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. ഇത്രയും കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ സൈക്ലോട്രോണിലേക്ക് വരുവാണെങ്കിൽ സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ ഒരു ബേസിക് ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. mv² by r is equal to qvb. Q ചാർജ് ആണ്, V വെലോസിറ്റി ആണ്. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് വെലോസിറ്റി എന്താണെന്ന് അറിയാം, ഒമേഗ കണ്ടുപിടിക്കാം, R കണ്ടുപിടിക്കാം, പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഓർത്ത് വെച്ചോളൂ. ഓക്കെ,
മറ്റൊന്ന് ഒരു കോയിൽ, വി ഹാവ് എ കറന്റ് ക്യാരിയിങ് കോയിൽ വിച്ച് ഇസ് റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ നമുക്ക് ടോർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ടോർക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ NIA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വിളിക്കാറുണ്ട്. NIA മാഗ്നറ്റിക് മൊമെന്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, റൈറ്റ്. ഇത്രയും ബേസിക് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക ആൻഡ് പ്രേ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ കംസ് ഫ്രോം ദിസ് ടോപ്പിക്. ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് ഇത്രയും ഭാഗത്ത്. ഓക്കെ, നൗ ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഓർക്കണേ, തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, മാഗ്നറ്റിസം നമുക്ക് സ്കിപ്പ് ഓവർ ചെയ്യാം. അതിനകത്ത് കുറെ തിയററ്റിക്കൽ ടേംസ് ആണ് കൂടുതലും. അതുപോലെ ചെറിയ ചെറിയ ഡിക്ലിനേഷൻ പറഞ്ഞ ചെറിയ ടേംസ് ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ് റൈറ്റ് നൗ. ഇനി അടുത്തത് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് EMI ആൻഡ് AC. EMI ആൻഡ് AC ചാപ്റ്റർ വരുമ്പോൾ എന്തൊക്കെ ഓർത്ത് വെക്കുക? ഒന്ന് ലെൻസസ് ലോ ഓർത്ത് വെക്കുക. E is equal to minus d∅/dt. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ എന്തെടുക്കുക? E is equal to minus n d∅/dt. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക. ഇനി ഈ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഫോർമുല ആണെങ്കിലോ മൈനസ് LdI/dt ഓർത്ത് വെക്കുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഫോർമുല ആണെങ്കിലോ ME is equal to minus MdI/dt ഓർത്ത് വെക്കുക. മോഷണൽ EMF ആണെങ്കിലോ E is equal to BLV ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് നമുക്ക്. ഓക്കെ, n നമ്പർ ഓഫ് ടേൺസ് ആണ് മറക്കണ്ട. L സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഒരു സോളിനോയിഡ് എടുക്കുമ്പോൾ അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഉണ്ട്. μ0, μr, n², AL എന്നൊക്കെ പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും റിലേഷൻസും ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഇനി അടുത്തത് AC പോകുമ്പോൾ AC എന്ന ടോപ്പിക്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? AC ഓൾട്ടർനേറ്റിംഗ് കറന്റിലാണ്. അവിടെ നിന്ന് IRMS എന്താ, VRMS എന്താന്നൊക്കെ ഓർത്ത് വെക്കുക. ബേസിക് ആയിട്ട് ഇത് ഓർത്ത് വെക്കുക. IRMS എന്ന് പറഞ്ഞാൽ I0/√2 ആണ്. IRMS എന്ന് പറഞ്ഞാൽ I0/√2 ആണ്. അതുപോലെ VRMS എന്ന് പറഞ്ഞാൽ that is also equal to V0/√2 ആണ്. ഈ ഒരു ബേസിക് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ ഓർത്ത് വെക്കേണ്ടത് AC-ല് നമ്മൾ 3 ഇൻഡക്റ്റൻസ് ഓൺലി സർക്യൂട്ട് ഉണ്ട്, കപ്പാസിറ്റൻസ് ഓൺലി സർക്യൂട്ട് ഉണ്ട്, അതുപോലെ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ഉണ്ട്. റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ കറന്റും വോൾട്ടേജും ഇൻ ഫേസ് ആണ്, ഓർത്ത് വെക്കുക. ഇക്വേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജും കറന്റും π/2 ഔട്ട് ഓഫ് ഫേസ് ആണ്. കറന്റ് ലീഡിങ്. ഇനി മറ്റൊടുത്ത് ഇവിടെ നമ്മുടെ ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ L for lag, കറന്റ് is lagging behind the voltage by π/2. ഓക്കെ, ജനറൽ ആയിട്ട് പവർ ഫാക്ടർ ഒക്കെ വരുന്ന ഒരു പവറിന്റെ ഫോർമുല ഇത് ഓർത്ത് വെക്കുക. VRMS into IRMS into cos phi. cos phi എന്ന് വിളിക്കുന്ന ഒരു പവർ ഫാക്ടർ എന്നാണ്. cos phi is equal to R/Z ആണ്. Z എന്ന് വെച്ചാൽ ഇംപീഡൻസ് ആണ്. ഇംപീഡൻസ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC the whole square ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഓർത്ത് വെക്കുക അവിടെ. പിന്നെ വേറെ കൺസെപ്റ്റുകൾ കുറെ വരുന്നുണ്ട്. LC ഓസിലേറ്റർ, LC ഓസിലേഷന്റെ ഫോർമുല F is equal to 2π√L/G. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സോറി 2π√L/G അല്ല, F is equal to 1/2π√LC. ഓക്കെ, സോ F is equal to 1/2π√LC. അതും കൂടി മക്കൾ ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പൊ AC ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോട്ട് ചെയ്യാനൊന്നും സമയമില്ല, അതൊന്ന് കേട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ഫൈൻ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. നിങ്ങൾക്ക് അതൊന്നും അറിയില്ല എങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ ചാപ്റ്റേഴ്സ് റേ ആൻഡ് വേവ്. അവസാന നിമിഷം നോക്കുന്നതെങ്കിൽ റേ ഒപ്റ്റിക്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് മിറർ ഫോർമുലയും നമ്മുടെ മറ്റേ ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കാം. ഇപ്പൊ ഒരു പോയിന്റ് ഓർക്കേണ്ടത്, കോൺവെക്സ് എന്ന പേര് കേട്ടാൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് ഓർക്കുക. കോൺകേവ് എന്ന പേര് കേട്ടാൽ നെഗറ്റീവ്. പേര് കേട്ടാൽ എന്ന് പറയുമ്പോൾ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺകേവ് ആണെങ്കിലോ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. പിന്നെ 1/v minus 1/u is equal to 1/f ഫോർമുല, ലെൻസിന്റെ ഫോർമുല. മാഗ്നിഫിക്കേഷൻ ഓഫ് v/u, നമ്മുടെ ലെൻസിന്റെ ഫോർമുല. ഇനി മിറർ ആണെങ്കിൽ 1/v plus 1/u is equal to 1/f, നമ്മുടെ മിററിന്റെ ഫോർമുല. പിന്നെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഫോർമുലയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. 1/f is equal to n/1
minus 1 into 1 by r1 minus 1 by r2. ഇവിടെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. r1 r2 റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. കൺവെൻഷൻ ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. ഈ ആക്സിന്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ വരുന്നത് പോസിറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴത്തോട്ട് നെഗറ്റീവ്. r1 എന്ന് പറയുന്നത് ലൈറ്റ് ആദ്യം വന്ന് ഹിറ്റ് ചെയ്യുന്ന സർഫസ്, അത് ഇതാണ് r1. റൈറ്റ് സൈഡ് അല്ലേ, അപ്പൊ r1 പോസിറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. r2 എന്താ, രണ്ടാമത് വരുന്ന സർഫസ്, അവന്റെ കർവേച്ചർ ഇങ്ങോട്ടാണ്, ഇതാണ് r2, അത് നെഗറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പ്രിസം ഉണ്ട്. പ്രിസത്തിന്റെ ഫോർമുല, ബേസിക് ഫോർമുല അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് a പ്ലസ് d ബൈ 2 ഡീവിയേഷൻ ആണ് ബൈ സൈൻ a ബൈ 2. ബേസിക് ഫോർമുല പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ ഫൈൻ. പിന്നെ നമുക്ക് ഗ്ലാസ് ലാബിന്റെ ലാറ്ററൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. അതും അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടോ, അങ്ങനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ദിസ് മച്ച് ഒന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് നമ്മൾ പറ്റുമെങ്കിൽ അതിന്റെ ബേസിക് ഇക്വേഷൻസ് നോക്കിക്കോളൂ. ഞാനിപ്പോൾ അത് പറയുന്നില്ല. വേവ് ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് യങ്സിന്റെയും ഡിഫ്രാക്ഷന്റെ കണ്ടീഷൻസ് നോട്ട് ചെയ്ത് വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. y is equal to n lambda d by d. ഇത് എന്താണ്, പൊസിഷൻ ഓഫ് ദ ബ്രൈറ്റ് ബാൻഡ് ആണ്. ഡാർക്ക് ബാൻഡ് ആണെങ്കിലോ 2n plus 1 lambda d by 2d, പൊസിഷൻ ഓഫ് ദ ഡാർക്ക് ബാൻഡ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസും നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ബീറ്റ, ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ, അതായത് ഇൻഡിഫറൻസ് ആണെങ്കിൽ സ്ക്രീനിൽ കിട്ടുന്ന ഓരോ ഫ്രിഞ്ചസും ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും വരുന്നത്. എങ്ങനെയായിരിക്കും, ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ബീറ്റയുടെ ഇക്വേഷൻ ലാംഡ ഡി ബൈ ഡി ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ലാംഡ ഡി ബൈ ഡി ഓർത്ത് വെക്കുക. ബീറ്റ എല്ലാം ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. ബ്രൈറ്റ് ബാൻഡ് ഈക്വലി ബ്രൈറ്റ് ആയിരിക്കും, ഡാർക്ക് ബാൻഡ് ഈക്വലി ഡാർക്ക് ആയിരിക്കും. ഓക്കെ, ഇനിയും സപ്പോസ് നമ്മൾ യങ്സ് ഡബിൾ എക്സ്പെരിമെന്റ് നമ്മൾ വെള്ളത്തിൽ കൊണ്ടിട്ടു, ഒരു ബീഡത്തിൽ കൊണ്ടിട്ടു, ബീറ്റ ഡാഷ് ആയി മാറും, ബീറ്റ ബൈ മ്യൂ ആയിട്ട് മാറും. ഓക്കെ, യു ക്യാൻ റിമെമ്പർ ദാറ്റ് ഓൾസോ. നൗ ഡിഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഇല്ല മക്കളെ, നേരെ തിരിച്ചെടുക്കുക. ഈ ഇക്വേഷൻ അവിടെ ഡാർക്ക് ബാൻഡിന്റെ ബ്രൈറ്റ് ബാൻഡിന്റെ ഇക്വേഷൻ ആവും ഡിഫ്രാക്ഷനിൽ. ഈ ഇക്വേഷൻ ഡിഫ്രാക്ഷൻ വരുമ്പോഴോ ഡാർക്ക് ബാൻഡിന്റെ ഇക്വേഷൻ ആവും. ഇത് ബ്രൈറ്റ് ബാൻഡിന്റെയും ഇത് ഡാർക്ക് ബാൻഡിന്റെയും ആകും. യങ്സിൽ പഠിക്കുമ്പോൾ ഇത് ബ്രൈറ്റും അല്ലെങ്കിൽ മാക്സിമ ഇത് ഡാർക്കുമാണ് യങ്സിൽ. ഡിഫ്രാക്ഷൻ വരുമ്പോൾ നേരെ തിരിയും. ഓക്കെ, ഡിഫ്രാക്ഷൻ നമ്മൾ ഡി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്നൊരു കണ്ടീഷനും ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ആംഗിൾ ബേസ് ചെയ്ത് വേണമെങ്കിൽ അത്. അതുപോലെ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 ലാംഡ ബൈ ഡി, 2 ലാംഡ ബൈ ഡി, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. സെൻട്രൽ മാക്സിമ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്നറിയോ, നടുക്കുള്ള സെൻട്രൽ മാക്സിമ ഉണ്ടല്ലോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വിഡ്ത്ത്. സൈഡിലേക്ക് പോകും തോറും വിഡ്ത്ത് കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെന്താ, ഇത്രയൊക്കെയാണ് വേവ് ഒപ്റ്റിക്സിൽ. ഇനി മോഡേൺ ഫിസിക്സ് എന്ന ഭാഗത്തിലേക്കും സെമി കണ്ടക്ടേഴ്സ് എന്ന ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. സെമി കണ്ടക്ടേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ലോജിക് ഗേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പല പല ഗേറ്റ്സ് ഉണ്ടല്ലോ, ലോജിക് ഗേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ലോജിക് ഗേറ്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ലോജിക് ഗേറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് പരീക്ഷയ്ക്ക്. ഏതാ, ലോജിക് ഗേറ്റ്സ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അതിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ചാപ്റ്ററിൽ നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഓർത്ത് വെക്കാം. എന്താ ഇക്വേഷൻ, h nu is equal to h nu 0 plus half mv square max. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ h nu is equal to h nu 0 plus ev0, ഈ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്ന രീതിയിൽ മക്കളൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആറ്റംസിലേക്കും ന്യൂക്ലിയറിലേക്കും ഞാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മക്കളൊന്ന് ഫോക്കസ് ചെയ്ത് ഓർത്ത് വെക്കുക. ഇപ്പൊ തന്നെ കുറെ ഇക്വേഷൻസ് ആയി, കുറെ കണ്ടീഷൻസ് ആയി. അപ്പൊ ഞാൻ വൈൻഡിങ് അപ്പ് ദ സെഷൻ ലെസ് ദാൻ 1 hour. അപ്പോൾ കാരണം നമുക്ക് പരീക്ഷയുടെ തലേദിവസം പെട്ടെന്ന് നിങ്ങളെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ സാധിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് മാത്രമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ക്വിക്ക് റിവിഷൻ, ഒരു ടോട്ടൽ റിവിഷൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ, നമുക്കത് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം. ഡു വെൽ. ദൈവത്തിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നന്നായി പ്രാർത്ഥിച്ചിട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.